എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജോഗ്രഫിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്നുള്ളതിൻ്റെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി പാർട്ട് 2 ആണ് നോക്കുന്നത്. പേജ് നമ്പർ 11 ആണ്. അതിൽ ഒറിജിൻ ഓഫ് ഹിമാലയാസ് തൊട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. പക്ഷേ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നുള്ള ഒരു ബോക്സ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. നോക്കിക്കോളുക. ടെക്ടോണിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്നുള്ളതാണ്. നോക്കാം. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ഇൻക്ലൂഡ്സ് ദ ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ മാൻഡിൽ. ഭൂവൽക്കം, അതുപോലെ ക്രസ്റ്റും അതുപോലെ അപ്പർ മാൻഡിലും, ഇതിൻ്റെ മുകൾ ഭാഗവും ചേർന്ന് മാൻഡിലിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ ഭൂവൽക്കവും ചേർന്നതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് വേരിയിങ് സൈസസ്. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണുള്ളത്. ശിലാമണ്ഡലം എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല, ചെറുതും വലുതുമായിട്ടുള്ള പല കഷ്ണങ്ങളായിട്ടാണ് ഉള്ളത്. പോർഷൻസ് ഓഫ് സച്ച് ലിത്തോസ്ഫിയറിക് പാർട്സ് each with thousands of kilometers of width and a nearly 100 kilometer thickness are known as lithospheric plates. എന്താണ്? അനേകായിരം കിലോമീറ്റർ വിസ്തൃതി അതുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 100 കിലോമീറ്റർ വരെ കനം തിക്നെസ്സും ഉള്ള ഈ ശിലാമണ്ഡല ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്, ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. These plates may cover the continental portion, ocean bottom or both. ഇനി ഇതെവിടെ എന്തിനെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ്? ഇവ വൻകര ഭാഗം, കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള പാർട്ട്, പോർഷൻ അല്ലെന്നുണ്ടെങ്കിൽ കടൽത്തറ ഭാഗം, എന്താണ് ഓഷ്യൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഇത് രണ്ടും, ഇതിങ്ങനെ ഇതിലേതോ ഉൾക്കൊള്ളുന്നതിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെക്ടോണിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് നമ്മൾ വിട്ടിരുന്ന ആ ഒരു ബോക്സ് കേട്ടോ. ഇനിയുള്ളത് ഒറിജിൻ ഓഫ് ദി ഹിമാലയാസ് എന്നുള്ള ഭാഗം മുതലാണ്. നോക്കിയേ, എന്താണ് ഹിമാലയത്തിൻ്റെ പിറവി? ഡു യു നോ ദാറ്റ് ദ ഹിമാലയാസ് വിച്ച് ഈസ് വൺ ഓഫ് ദി ലോഫ്റ്റി മൗണ്ടൻസ് ഓഫ് ദ വേൾഡ് ഈസ് സ്റ്റിൽ ഗ്രോയിങ്? വാട്ട് മേ ബി ദ റീസൺ? എന്താണ് നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും എന്ത് ചെയ്യുകയാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ? അത് അറിയാമോ? എത്ര പേർക്കറിയാം? എന്തുകൊണ്ടാണ് അങ്ങനെ വളരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? എന്താണ്? അടുത്ത പേജിലേക്ക് പോവാം. ദിസ് ഈസ് ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. എന്താണ് ഇതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഭൗമശിലാപാളികളുടെ ചലനം അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണം. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഭൗമശിലാപാളികളുടെ ചലനം, അതാണ് ഇതിന് കാരണം. Tectonic plates are the crustal rock blocks of continental and oceanic plants. എന്താണ്? വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. എന്താണ് വൻകര? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. കാര്യം നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കുറച്ച് അധികം ആൾക്കാരിൽ എത്തുകയുള്ളൂ. നമ്മൾക്കും പ്രയോജനം ഈ ലൈക്ക് കൂടുന്നത് തന്നെയാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. അത്രയും കാര്യം ഒന്ന് പറയണം കേട്ടോ. അസ്തനോസ്ഫിയർ is the zone beneath the lithosphere where the rocks are molten and are in a semi-plastic state due to the high temperature. ഇനി ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപം അല്ലേ, ടെമ്പറേച്ചർ ഹൈ ആണ്. അവിടെ ശിലകൾ എന്ത് ചെയ്യും? റോക്സ് എന്ത് ചെയ്യും? ഉരുകി ഏതവസ്ഥയിൽ? അർദ്ധദ്രാവകം എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. ഈ ഭാഗത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അസ്തനോസ്ഫിയർ എന്നുള്ള പേരിലാണ് ഇവിടെ ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ദ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് വെരി സ്ലോലി അബൌവ് ദി അസ്തനോസ്ഫിയർ. ഇനി അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ഈ ടെക്ടോണിക് ഫലകം എന്ത് ചെയ്യും? സാവധാനം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ദ്രാവക അവസ്ഥയെന്ന് പറഞ്ഞില്ലേ, അർദ്ധദ്രാവക അവസ്ഥയെന്ന് പറഞ്ഞില്ലേ, ഇതിന് മുകളിലായിട്ട് എന്ത്? ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. എർത്ത് പ്രോസസ്സസ് ലൈക്ക്
ഓറോജനിക് അല്ലെങ്കിൽ മൗണ്ടൻ ബിൽഡിംഗ് ആർ ആക്റ്റീവ് അലോങ് ദി പ്ലേറ്റ് ബൗണ്ടറീസ്. There are 3 types of plate boundaries: convergent boundaries, divergent boundaries and transform അല്ലെങ്കിൽ shear boundaries. ഇനി എന്താണ് പറയുന്നത്? Earth processes like orogenic അല്ലെങ്കിൽ മൗണ്ടൻ ബിൽഡിംഗ് ആർ ആക്റ്റീവ് അലോങ് ദി പ്ലേറ്റ് ബൗണ്ടറീസ്. ഫലകചലനം അതുമൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ്. ഈ ചലനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ബൗണ്ടറീസിൽ, ഫലകത്തിൻ്റെ ബൗണ്ടറീസിൽ എന്തുണ്ടാകും? പർവ്വതങ്ങൾ പോലെയുള്ള ഒരുപാട് എർത്തിലെ കുറേ പ്രോസസ്സസ് ഉണ്ടാകുന്നത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് ഏതൊക്കെ ടൈപ്പാണ്? 3 ടൈപ്സ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? സംയോജക സീമ അല്ലെങ്കിൽ കൺവേർജന്റ് ബൗണ്ടറീസ്, ഛേദക സീമ, വിയോജക സീമ. എന്താണ്? ഡൈവേർജന്റ് ബൗണ്ടറീസ് അല്ലെങ്കിൽ വിയോജക സീമ, അതുപോലെ ട്രാൻസ്ഫോം ബൗണ്ടറീസ് അല്ലെങ്കിൽ ഷെയർ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഛേദക സീമ. ഇങ്ങനെ 3 തരത്തിലുള്ളതാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്ന് പറയുന്ന കൺവേർജന്റ് മാർജിൻ, ഡൈവേർജന്റ് മാർജിൻ ആൻഡ് ട്രാൻസ്ഫോം മാർജിൻ. പിക്ചർ കണ്ടോ? എങ്ങനെയാണ് അവിടെ തന്നിരിക്കുന്നത്? പിക്ചേഴ്സ് നോക്കിക്കോളുക. എന്താണ്? 1.3A, 1.3B ആൻഡ് 1.3C കേട്ടോ. അതിൽ ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. കണ്ടോ? ഫലകങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുത്ത് വരുന്നു കേട്ടോ. അതാണ് എന്തെന്ന് പറഞ്ഞത്? കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്ന ഭാഗം. അതുപോലെ തന്നെ ഫലകങ്ങൾ തമ്മിൽ അകലുന്നു അല്ലേ? എന്താണ്? ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് മൂവ് അവേ ഫ്രം ഈച്ച് അതർ, അകന്നു പോകുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഡൈവേർജൻ്റ് ആയിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നു. ഇനി ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, ഫലകങ്ങൾ തെന്നി നീങ്ങുന്നു, തിരശ്ചീനമായിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ തെന്നി നീങ്ങുന്നു അല്ലെങ്കിൽ ഉരസി മാറുന്നു. ഇതിനെയാണ് ഉരസി മാറുന്നു, ഇതിനെയാണ് ഛേദക സീമ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താ? ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, rock layers along the convergent boundary get folded due to the compression of lithosphere plates. This leads to the transformation of fold mountains. എന്താണ്? ഈ പറഞ്ഞ സംയോജക സീമകളിൽ എന്തുണ്ടാകുന്നു? ശിലാമണ്ഡല ഫലകങ്ങൾ. എന്താണ്? കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിൻ്റെ കംപ്രഷൻ, സമ്മർദ്ദം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഇതിനൊരു ഫോൾഡ് ഉണ്ടാകും. എന്താണ്? വലനം അല്ലെങ്കിൽ ഫോൾഡിങ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ദിസ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഫോൾഡ് മൗണ്ടെയിൻസ്. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? മടക്ക് പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡിങ് മൗണ്ടെയിൻസ് ഉണ്ടാകുന്നത്, ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാകുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിൻ്റെ കംപ്രഷൻ മൂലം, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിൻ്റെ കംപ്രഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത്? ഫോൾഡിങ് ഉണ്ടാകുന്നത്. എവിടെയാ? റോക്ക് ലെയേഴ്സ് അലോങ് ദി കൺവേർജന്റ് ബൗണ്ടറിയിൽ എന്തുണ്ടാകുന്നു? പ്രഷർ കൊടുക്കുന്നു. ആരാ പ്രഷർ കൊടുക്കുന്നത്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. ഇതുമൂലമാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫോൾഡ് മൗണ്ടെയിൻസ് ഫോം ചെയ്യുന്നത് കേട്ടോ. The Indian plate, which includes the peninsular India and the Australian continent, was located in the southern hemisphere about 150 to 160 million years ago. ഇനി ഏകദേശം ഒരു 150-160 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഉപദ്വീപീയ ഇന്ത്യ, പെനിൻസുലാർ ഇന്ത്യ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കോണ്ടിനെൻ്റ്, ഓസ്ട്രേലിയ എന്നുള്ള വൻകരയും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിൽ ആയിരുന്നു. as it moved, ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത് ഏതാണ്? സതേൺ ഹെമിസ്ഫിയർ ആണ് കേട്ടോ. ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത് സതേൺ ഹെമിസ്ഫിയർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഇനി നോർത്ത് വേർഡ്സിൻ്റെ കാര്യം നമുക്ക് പറയണം. പിന്നീട് എന്ത് സംഭവിച്ചു? as it moved northwards and came close to the Eurasian plate, the Tethys sea situated between the two land masses started uplifting. This is how the Himalayas were formed. Figure 1.4 നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ അർത്ഥം പറയാം. പിന്നീട് നമ്മൾ പറഞ്ഞു എന്താണ്? സതേൺ ഹെമിസ്ഫിയറിലാണ് ഇത് ആദ്യം ഫോം ചെയ്തതെന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? ഇത് വടക്ക് ഭാഗത്തോട്ട്, നോർത്ത് ഭാഗത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു. അങ്ങനെ യുറേഷ്യൻ ഫലകത്തിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും, യുറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിലകൊണ്ടിരുന്ന, ഇതിന് രണ്ടിനും ഇടയിലായിട്ട് ടെതിസ് എന്ന് പറഞ്ഞൊരു സമുദ്രമുണ്ടായിരുന്നു. അതിൻ്റെ അടിത്തട്ട് മടങ്ങി എന്ത് ചെയ്യാൻ തുടങ്ങി? ഉയർന്ന് മുകളിലേക്ക് വരാനായിട്ട് തുടങ്ങി.
അങ്ങനെയാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഹിമാലയം രൂപം കൊള്ളുന്നത്. ഹിമാലയ പർവ്വതം അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. കണ്ടോ അതെങ്ങനെയാണെന്നത് ആ പിക്ചർ ഉണ്ട്. 1.4 നിങ്ങൾ നോക്കുക. കണ്ടോ ഇന്ത്യൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ് രണ്ടെണ്ണം, അതിന് നടുക്ക് ടെത്തീസും കാണിക്കുന്നുണ്ട്. കണ്ടോ ഇത് പരസ്പരം ഇങ്ങനെ മൂവ് ചെയ്ത് അടുത്തേക്ക് വരുന്നത് കാണുന്നുണ്ടോ? അങ്ങനെ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂടി ഇങ്ങനെ വന്നപ്പോൾ ടെത്തീസ് എന്ന് പറഞ്ഞ സമുദ്രം ആ ഭാഗം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ നിന്നും ദേ കണ്ടോ ഒരു ഫോൾഡ് മൗണ്ടൻ താണ്ട് ഇങ്ങനെ ഉയർന്നു വരുന്നു. ഇതാണ് നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഒരു ബോക്സാണ് ഗോജസ് എന്നുള്ളത്. ഇത് നോക്കിയേ, ഗോജ് അക്രോസ് ദ ഹിമാലയൻ റേഞ്ച് എന്നുള്ള പിക്ചറും തന്നിട്ടുണ്ട്. എന്താണ് ഗോജസ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമുക്കതിനെ ഗിരികന്ധരങ്ങൾ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇനി തന്നിട്ടുള്ള പിക്ചർ നിങ്ങൾ നോക്കിയേ, ഹിമാലയ നിരയ്ക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരം എന്ന് പറഞ്ഞാണ് നൽകിയിട്ടുള്ളത്. ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ നോൺ ആസ് ഗോജസ്. എന്താണ്? ആഴമേറിയതും ചെങ്കുത്തായ കുത്തനെയുള്ള വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇങ്ങനെ കിടക്കും. അതാണ് ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോജസ് എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്? റിവർ ഇൻഡസ്, റിവർ ഗംഗ ആൻഡ് റിവർ ബ്രഹ്മപുത്ര ക്രിയേറ്റ് ഗോർജസ് അക്രോസ് ദ ഹിമാലയൻ റേഞ്ചസ് ത്രൂ ഇറോഷൻ. എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദികൾ ഏതിലൂടെ? ഇറോഷനിലൂടെയാണ് ഹിമാലയത്തിൽ ഇങ്ങനെയുള്ള ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇനി ഉള്ളത് എന്താണ്? ദ ഹിമാലയാസ് ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഡിവിഷൻസ്. എന്താണ്? ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. എന്താണ്? ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയാസ് ക്രിയേറ്റ് ഡീപ്പ് ഗോർജസ് ഇൻ ദെയർ കോഴ്സ്. അപ്പോൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളുണ്ട്, അത് പർവ്വതങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മൗണ്ടെയ്ൻസിന് കുറുകെ ഇങ്ങനെ ആഴമേറിയ താഴ്വരകൾ അല്ലെങ്കിൽ ഗോർജസ് നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുണ്ട്. ഹിമാലയാസ്, ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ് ഹാവ് ബീൻ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ക്രോസ് കട്ടിംഗ് റിവേഴ്സ്. ഇനി പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത്. കണ്ടോ, ഈ പർവ്വതത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഗോർജസ് ഉണ്ടാക്കി ഒഴുകുന്ന നദികളെന്ന് പറഞ്ഞു. അപ്പം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിമാലയത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇതിനെ പ്രാദേശികമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. The divisions of the Himalayas are, the regional divisions of the Himalayas are western, central and eastern. പടിഞ്ഞാറൻ, മധ്യം, അതുപോലെ കിഴക്കൻ ഹിമാലയം. അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാ നോക്കിയേ, 1.6 നോക്കിയേ. കണ്ടോ, ട്രാൻസ് ഹിമാലയസ് ഏതാണ്? ഹിമാലയാസ് എന്ന് വിളിക്കുന്നത് ഏതാണ്? പൂർവാചൽ, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയസ് ആൻഡ് വെസ്റ്റേൺ ഹിമാലയാസ്. കൃത്യമായിട്ട് പല കളറിൽ തന്നിട്ടുണ്ട് കേട്ടോ. മുകളിൽ ആ കാരക്കോറം ഭാഗമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ലഡാക്ക്, സസ്കറൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് കളറുകൾ കൊടുത്തിട്ടുള്ളത്. എന്താണ്? റീജിയണൽ ഡിവിഷൻസ്. കണ്ടോ, ആ ഗ്രീൻ കളറിൽ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറഞ്ഞത്? വെസ്റ്റേൺ ഹിമാലയാസ്, ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗം. സെൻട്രൽ കണ്ടല്ലോ ഏതാ കളറെന്ന്? ആ മഞ്ഞയല്ല, കുറച്ചും കൂടി ഡാർക്ക് കളർ. ഇനി തന്നിട്ടിരിക്കുന്ന വേറൊരു കളർ കണ്ടോ? ഈസ്റ്റേൺ ഹിമാലയയുടെ കളർ കണ്ടോ? അത് വേറൊരു ഭാഗമാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഭാഗമാണെന്ന് അറിയാലോ? കിഴക്കൻ ഭാഗം. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പാടില്ല. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ 3 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ് ആൻഡ് ദ റിവേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് ദം. ഹിമാലയത്തിൻ്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് താഴെ തന്നിട്ടുള്ളത്. ഇനി മാർക്ക് ദ ലൊക്കേഷൻസ് ഓഫ് ദീസ് ഡിവിഷൻസ് ആൻഡ് റിവേഴ്സ് ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഗിവൺ മാപ്പ്. ഫിഗർ 1.6 നമ്മൾ നോക്കിയായിരുന്നു. 1.6 നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഈ 3 പ്രാദേശിക മേഖലകൾ നമ്മൾ പറഞ്ഞു, എന്താണ്? വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ നദികളുടെ സ്ഥാനമൊക്കെ കണ്ടെത്തിയിട്ട് ഇന്ത്യയുടെ ഒരു ഭൂപടത്തിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ്. കണ്ടോ, പടിഞ്ഞാറിൽ സിന്ധു, കാളി, പിന്നെ സെൻട്രലിൽ വരുമ്പോഴേക്കും കാളി, തീസ്റ്റ, കിഴക്കിൽ വരുമ്പം തീസ്തയും ബ്രഹ്മപുത്രയും കേട്ടോ. ഇനി ദ വെസ്റ്റേൺ ഹിമാലയാസ് വിച്ച് സ്ട്രെച്ചസ് ഫ്രം ദ ഇൻഡസ് റിവർ വാലി ടു ദ നോർത്ത് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അപ് ടു ദി കാലി റിവർ Gangra's tributary in the eastern part of Uttarakhand can be classified into 3: Kashmir Himalaya, Himachal Himalaya, Uttarakhand Himalaya.
എന്താണ്? ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദിയുടെ താഴ്വര തൊട്ട് ഇനി ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി അല്ലെങ്കിൽ ഗാഖ്ര നദിയുടെ ഒരു പോഷക നദിയാണ് ഈ കാളി നദി. അങ്ങനെ കാളി നദിയുടെ താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഇനി കാശ്മീർ ഹിമാലയം എൻ്റെ ഫിഗർ ഉണ്ടാവും മൗണ്ട് K2ൻ്റെ, അത് താഴെ പറയും. എന്താണ്? The Kashmir Himalaya, which extends over nearly 3.5 lakh square kilometer in Jammu and Kashmir and the Ladakh region, is roughly 700 kilometer long and 500 kilometer wide. And ജമ്മു കാശ്മീർ ലഡാക്ക് എന്ന പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് എന്തുണ്ട്? ഏകദേശം 700 കിലോമീറ്റർ നീളമുണ്ട്, 500 കിലോമീറ്റർ വീതിയും ഉണ്ട്. The important mountain ranges of Kashmir Himalaya containing snow-covered peaks, valley and hill ranges are Karakoram, Zanskar, Ladakh and Pir Panjal. കണ്ടോ? മഞ്ഞ് മൂടിയ കൊടുമുടികളാണുള്ളത്. അതുപോലെ താഴ്വരകളും മലനിരകളും ഒക്കെ നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ എന്നിവ. ഇനി മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നതിൻ്റെ നീളം കണ്ടോ? ഉയരം 8611 മീറ്റേഴ്സ്. ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി കാരക്കോറം റേഞ്ച്. കണ്ടോ? ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയത്, ഏറ്റവും ഉയരമേറിയത് ഏതാ? എവറസ്റ്റ്. രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് K2 എവിടെയാണ്? കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾട്ടോറോ എക്സെട്ര ആർ ദ ഇമ്പോർട്ടൻറ്റ് ഗ്ലേസിയേഴ്സ് ഓഫ് ദിസ് റീജിയൻ. These glaciers help the river Indus and its tributaries such as Ravi, Jhelum and Chenab have a luxuriant water flow throughout the year. സിയാച്ചിൻ അതുപോലെ ബോൾട്ടാറോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. എന്താണ്? ഗ്ലേസിയേഴ്സ്, ഹിമാനികളാണ്. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ ഏതൊക്കെ? രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹിമാനികൾ കൊണ്ടാണ്. എന്താ ഹിമാനി? ഗ്ലേസിയേഴ്സ്, മഞ്ഞ് മൂടി നിൽക്കുന്നത്. അതുകൊണ്ട് The freight and passenger movement on either sides of the mountains is made possible through the mountain passes. കണ്ടോ? പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ഈ ചുരങ്ങളാണ് അല്ലെങ്കിൽ പാസസ് ആണ്. ചുരങ്ങൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ താമരശ്ശേരി ചുരം, പാലക്കാട് ചുരം, അങ്ങനെ ഒരുപാട് ചുരങ്ങളുണ്ട്. Passes are the comparatively easier natural passages in the mountainous terrains. Banihal Pass across the Pir Panjal range that connects Jammu with the Kashmir Valley is an example. കണ്ടോ? എന്താണ്? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ ആർട്ടിഫിഷ്യൽ അല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർ പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇതൊരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുകയാണ്. ഇനി സിയാച്ചിൻ ഗ്ലേസിയറിൻ്റെ ചിത്രം കണ്ടോ? സിയാച്ചിൻ ഗ്ലേസിയർ ഈസ് നോൺ ആസ് ദ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. കൂടി ഈ ഒരു പാരഗ്രാഫ് കൂടി നമുക്ക് നോക്കാം. There are numerous freshwater lakes in the Kashmir Himalaya and Dal Lake is important among them. എന്താണ്? ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ എന്ന് പറയുന്നത്. ശ്രീനഗർ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദിസ് ലേക്ക്. ഇതിൻ്റെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്റർ ടു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റും കൊമേഴ്ഷ്യലുമായിട്ടുള്ള സെൻറ്ററാണ്. എന്താ? വിനോദസഞ്ചാരം അതുപോലെ വാണിജ്യമായിട്ടുള്ള സെൻറ്റർ ആണ്. The Shikara boats and floating markets are the hallmarks of Kashmir tourism. ഇനി എന്തൊക്കെയാണ്? ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും ഫ്ലോട്ടിംഗ് ഒഴുകുന്ന മാർക്കറ്റുകളും, അത് തോണികളിലെ വിപണികളാണ് കേട്ടോ. ഇതൊക്കെ കാശ്മീർ ടൂറിസത്തിൻ്റെ മുദ്രകളാണ്. കണ്ടോ? അതിൻ്റെ പിക്ചറുണ്ട്, അതുകൂടെ കഴിയട്ടെ. Marks are meadows formed along the mountain slopes during the summer season. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മർഗുകൾ എന്ന് വിളിക്കുന്നത്.
As these marks get covered under snow during winter, the region attracts tourists for winter games such as skiing. സോൺമാർഗ് ആൻഡ് ഗുൽമാർഗ് ആർ എക്സാമ്പിൾസ്. കണ്ടോ, ഇനി ശൈത്യകാലമാവുമ്പോൾ മഞ്ഞ് മൂടപ്പെടുന്ന ഈ മർഗുകളിൽ സ്കീയിങ് പോലെയുള്ള അതെന്തുവാണെന്ന് കണ്ട പിക്ചർ ഉണ്ട് കേട്ടോ, മഞ്ഞുകാലത്ത് വന്ന ആൾക്കാർ നിൽക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ സ്കീയിങ് പോലെയുള്ള വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് സോൺമർഗ്, ഗുൽമർഗ് എന്നീ സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ടാകും. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാര്യം നോക്കുക. ഇല്ലെങ്കിൽ ചാപ്റ്റർ ഇൻഫോമറർ എന്നൊരു പേരൊന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.